യേശുവിൻ്റെ ആദ്യ ശിഷ്യന്മാരിൽ ഒരുവനും വിശുദ്ധ യോഹന്നാന്റെ സഹോദരനും യേശുവിൻ്റെ താബോർ മലയിലെ രൂപാന്തരീകരണത്തിന് സാക്ഷ്യം വഹിച്ചവനുമായിരുന്നു വിശുദ്ധ യാക്കോബ്. യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം വിശുദ്ധ യാക്കോബ് വിശുദ്ധ നാട്ടിലും പിന്നീട് സ്പെയിനിലും സുവിശേഷ പ്രഘോഷണം നടത്തിയതായി ചരിത്രം പറയുന്നു. AD 40 സുവിശേഷ പ്രചരണാർത്ഥം അധ്വാനിക്കുകയായിരുന്ന വിശുദ്ധ യാക്കോബിന് പരിശുദ്ധ മറിയം സരഗോസയിൽ വെച്ച് പ്രത്യക്ഷീകരണം നൽകിയതായും ഒരു സ്തൂപത്തിന് മുകളിലായി പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മറിയത്തിന്റെ അനുസ്മരണാർത്ഥം പിൽക്കാലത്ത് അവിടെ ആർ ലേഡി ഓഫ് പില്ലർ ബസിലിക്ക പണിതുയർത്തപ്പെടുകയുമായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണ ശേഷം വിശുദ്ധ യാക്കോബ് പൂർവാധികം ശക്തിയോടെ സുവിശേഷവേല തുടരുകയും AD 44 ജെറുസലേമിൽ നടന്ന ആദ്യ സുനഹദോസിൽ പങ്കെടുക്കാനായി പോകുകയും ചെയ്തു. അവിടെ വെച്ച് ഹെറോദ് അഗ്രിപ്പായുടെ ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് ഇരയായി വിശുദ്ധ യാക്കോബ് ശിരച്ഛേദം ചെയ്യപ്പെട്ട് വധിക്കപ്പെടുകയും അങ്ങനെ കർത്താവ് മുൻകൂട്ടി പറഞ്ഞിരുന്നത് പ്രകാരം അവിടുത്തെ പീഡാസഹനങ്ങളുടെ കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്തു.